അമേരിക്കയിൽ ചെറിയ സംഘർഷത്തിന്റെ പുകപടലം. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ അനധികൃത കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭം തടയാൻ സൈന്യത്തെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വിന്യസിച്ചു. 700 അമേരിക്കൻ മറീനുകളെ കൂടി താൽക്കാലികമായി വിന്യസിപ്പിക്കാനാണ് പ്രസിഡന്റ് തീരുമാനം. അതേസമയം പ്രതിഷേധങ്ങൾ അമർച്ച ചെയ്യാൻ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് കാലിഫോർണിയയുടെ ഗവർണർ കേസ് ഫയൽ ചെയ്തു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇല്ലാത്ത ഒരു ദിവസം പോലും വാർത്താമാധ്യമങ്ങളിൽ ഉണ്ടാകില്ല. ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം നമ്മുടെ എയർ ടൈം കൂടുതലും ഡൊണാൾഡ് ട്രംപ് കൊണ്ടുപോവാണ് എല്ലാ ദിവസവും. ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ തെരുവുകളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അത് ലോസ് ആഞ്ചലസിലെ നഗരത്തിലുടനീളം 10,000-കണക്കിന് ആളുകൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് തന്നെ കാരണമായി. അതോടുകൂടി ഇപ്പോൾ ഇന്ന് കൂടുതൽ ദേശീയ സുരക്ഷാ സൈനികർ എത്തുന്നത് വരെ മിലിറ്ററിയെ ലോസ് ആഞ്ചലസിലേക്ക് ഏതാണ്ട് 700 സൈനികരെ വിന്യസിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. അക്രമ പ്രവർത്തനങ്ങൾ നിയന്ത്രണാതീതമാകുന്നത് തടയുവാൻ ഇവരെ വിന്യസിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധിക്കുന്നവരെ നേരിടാൻ ഈ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുവാൻ നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. ഇതോടെ ഈ പ്രതിഷേധങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ സൈനിക നീക്കത്തിൽ US പ്രസിഡന്റിനെതിരെ കേസെടുക്കുവാനായിട്ടുള്ള തീരുമാനവുമായി കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം മുന്നോട്ട് പോവുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറുമായിട്ടൊക്കെ കൂടി ആലോചിക്കാതെ ആ സംസ്ഥാനത്ത് ദേശീയ സുരക്ഷാ സേനയെ വിന്യസിക്കുന്നത് നിയമവിരുദ്ധമാണ്, അതുപോലെ അധാർമികമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഡെമോക്രാറ്റിക് കൂടിയായ ഗവർണർ ഗാവിൻ ന്യൂസോം ഇത്തരം ഒരു തീരുമാനമായിട്ട് പോകുന്നത്. ട്രംപ് ഭരണകൂടം ഈ ദേശീയ സുരക്ഷാ സേനയെ വിളിച്ചു വരുത്തിയതിനെ തുടർന്ന് സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമായെന്നും ഗവർണർ പറയുന്നു. ഗവർണറുടെ ഈ പ്രഖ്യാപനം വന്നതിന്റെ തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കാലിഫോർണിയയിൽ അക്രമാസക്തമായ ഇത്തരം കലാപങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദേശീയ സുരക്ഷാ സേനയെ അയച്ചത് ഒരു നല്ല തീരുമാനമായിരുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ലോസ് ആഞ്ചലസ് പൂർണ്ണമായി നശിക്കുമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ വളരെ കഴിവുകെട്ട ഒരു ഗവർണറാണ് ഗാവിൻ ന്യൂസോം. അതുപോലെ മേയർ കാരൻ ബോസും ഒക്കെ തനിക്ക് നന്ദി പറയണമെന്നാണ് ട്രംപ് പറയുന്നത്. അത് മാത്രമല്ല എസ്കേനെ, ഈ ഗവർണറെ അറസ്റ്റ് ചെയ്യണമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എസ്കെ മധു കൊട്ടാരക്കര, എന്തായാലും ലോസ് ആഞ്ചലസിൽ സംഘർഷത്തിന്റെ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഇമിഗ്രേഷൻ ആൾക്കാരൊക്കെ കൈയോടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോവുക, അഥവാ അത് റെസിസ്റ്റ് ചെയ്താൽ അവിടുത്തെ നാഷണൽ ഗാർഡ്സിനെ അയക്കുക, ഇതൊക്കെ തന്നെയാണ് ട്രംപ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങളിൽ ജീവിക്കുക എന്നതാണ് ഈ ട്രംപിൻ്റെ ഇത്തവണത്തെ രാഷ്ട്രപതി സ്ഥാനം കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് തോന്നുന്നു. എന്താണോ എന്തോ ഈ മനുഷ്യൻ്റെ ചിന്തയിൽ.